വീട്ടിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കറി ഉണ്ടാക്കിയോണ്ട് തന്നെ ഞാൻ വിചാരിച്ച് മുട്ടച്ചോറ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ സാധനങ്ങളൊക്കെ നിരത്തി വെച്ച് അസ്തറ്റിക്കൊന്നും പ്രതീക്ഷിക്കരുത്, അതൊക്കെ പഴയ പാത്രങ്ങളല്ലേ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് പുതിയ പാത്രങ്ങളൊക്കെ ഇറക്കി കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറേ മസാലകളൊക്കെ വാരി വലിച്ചിടലുണ്ട്. അടുക്കളയിൽ കാണുന്ന എല്ലാ മസാലപ്പൊടികളും ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കണോണ്ട് പറയല്ല, ഒരു പ്രത്യേക തരം കൈപുണ്യമുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഈ പോവലൊക്കെ ഉള്ളത് ഒരു സ്ഥിരമാണ്. ഇതൊക്കെ ചെറുത്, ഇതിനെക്കാട്ടി അപ്പുറം നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഇതുണ്ടാക്കാൻ കുറേ ആൾക്കാർക്ക് അറിയുന്നതൊക്കെ തന്നെയാണ്, പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ്. പിന്നെ എനിക്ക് തിന്നണമെങ്കിൽ ഞാൻ ഉണ്ടാക്കണ്ടേ. പിന്നെ നിങ്ങൾ എന്താൾക്കാരാണ് വീഡിയോ കാണുന്നവർക്ക് ഒരു ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൂടെ? അപ്പോഴല്ലേ നമുക്ക് വീഡിയോ ഇടാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതൊരു പൊട്ട വീഡിയോ ആണെങ്കിലും നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇറക്കാം. അങ്ങനെ ഈ ഒരു സാധനം ഇതിൻ്റെ ഉമ്മച്ചീൻ്റെ ഒരു കൈപ്പുണ്യമാണെന്നൊക്കെ പറയാം. അല്ല സോറി സീക്രട്ട്. ഉമ്മച്ചി എന്തുണ്ടാക്കുന്നുണ്ടെങ്കിലും പഞ്ചസാര വിട്ടൊരു കളിയില്ല. അങ്ങനെ ലാസ്റ്റ് ആ അസുഖം എനിക്കും ബാധിച്ച്. പിന്നെ പാത്രം കരിഞ്ഞൊന്നും നോക്കണം, അതൊക്കെ മാറ്റാനായിരിക്കണം. പിന്നെ ഈ മുട ഇങ്ങനെ ചിക്കി എടുത്തിട്ട് അതിലിട്ടതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാനൊരു വീഡിയോ ഇടുന്ന ഒരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്. അതിനെ നമ്മളൊക്കെ കൂടി മിക്സ് ചെയ്യാം, അതിനെ ചോറിട്ട് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് സാധനം റെഡി. കാണാൻ രസമുണ്ടെങ്കിലും തിന്നാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് അടിക്കുക.